നമസ്കാരം. കോട്ടയം നഴ്സിംഗ് കോളേജിലുണ്ടായ ക്രൂരമായ റാഗിങ്ങിന്റെ വാർത്ത കാണുകയായിരുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കേട്ടപ്പോൾ ഉള്ളിൽ തോന്നിയൊരു ചോദ്യമാണ്, നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ ഇത്ര ക്രൂരന്മാരാകാൻ കഴിയുന്നു? ഇത്ര പൈശാചിക പ്രവർത്തനങ്ങൾ ചെയ്യാൻ മനസ്സ് വരുന്നു? ആ കുട്ടി, റാഗിങ്ങിന് ഇരയായ കുട്ടിയെക്കുറിച്ച് അവൻ അനുഭവിച്ച വേദന, കോമ്പസ് വെച്ച് കുത്തുന്നു, അവന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പൽ കെട്ടി തൂക്കുന്നു, കോമ്പസ് വെച്ച് കുത്തി അവന്റെ നിലവിളി കേൾക്കുമ്പോൾ അത് അവനൊരു ഹരമാകുന്നു, ആസ്വാദനമാകുന്നു, അതിലേക്ക് ലോഷൻ ഒഴിച്ചു കൊടുക്കുന്നു. നമ്മുടെ നാട്ടിൽ നഴ്സിംഗിന് പഠിക്കുന്ന കുട്ടികളാണ്. ആ കുട്ടികൾ ചെയ്ത ഈ ക്രൂരകൃത്യം അത് കേൾക്കുമ്പോൾ അതിൽ പ്രതിയായിട്ടുള്ള രക്ഷിതാക്കൾ ഇന്നിപ്പോൾ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇന്നലെ വരെ നിങ്ങളെ മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് ഈ ഒരു ധാരണ ഉണ്ടായിരുന്നു. അവൻ ഇത്രമാത്രം ക്രൂര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നു? അവൻ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ ഇന്നലെ വരെ നിങ്ങൾ പലതും ആസ്വദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ തിരിച്ചറിവുള്ള രക്ഷിതാക്കളാണെങ്കിൽ പലതിനെയും തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടാകും. ഇന്നു മുതൽ അവൻ എന്തായി? നാളെ മുതൽ അവന്റെ ജീവിതം എങ്ങനെയായിരിക്കും? ഈ സമൂഹത്തിന്റെ മുന്നിൽ എന്തായി അവൻ മുദ്ര കുത്തപ്പെട്ടു? എന്തായി അവന്റെ ഭാവി ജീവിതം? ഇതിനൊക്കെ ആരായിരിക്കും കാരണക്കാർ? ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? ഈ പ്രതിയായിട്ടുള്ള കുട്ടികൾ, ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല, സ്വാഭാവികമായിട്ട് ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്കും മറ്റൊരു രക്ഷിതാവിനെ മനസ്സിലാകുമെന്നുള്ള തരത്തിലും ആരുടെയും പേരെടുത്ത് പറഞ്ഞ് ആ കുട്ടികളെ കൂടുതൽ സമൂഹത്തിന്റെ മുന്നിൽ കൊത്തി വലിക്കാൻ എറിഞ്ഞു കൊടുക്കുന്നില്ല. കാര്യം ആരുടെയൊക്കെ മക്കളാണ്. ചെയ്ത പ്രവൃത്തി ഒരിക്കലും ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ ഈ സമൂഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഉൾക്കൊള്ളാനോ കഴിയാത്ത പ്രവൃത്തിയാണ്. ദൃശ്യങ്ങൾ ഉള്ളുലയ്ക്കുന്നുണ്ട്, വല്ലാത്ത വേദന ഉണ്ടാകുന്നുണ്ട്. കാര്യം സാധാരണഗതിയിൽ ഒരാളുടെ സങ്കടപൂർവ്വമുള്ള കരച്ചിൽ കേട്ടാൽ നമുക്ക് ഒരു അനുകമ്പ ഉണ്ടാകേണ്ടതാണ്, സഹാനുഭൂതി ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ആ വേദനകൾ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം മനുഷ്യത്വരഹിതമായിട്ടുള്ള മനസ്സുമായിട്ടാണ് അവർ വളർന്നു വരുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സഹപാഠിയാണ്, ഫസ്റ്റ് ഇയർ വന്ന് പഠിച്ചൊരു കുട്ടിയോട് 3ാം വർഷക്കാർ കാണിച്ച അതിക്രമമായിട്ടാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊക്കെയാണോ റാഗിങ്? നമ്മൾ തമാശയ്ക്ക് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഇത്തരം ക്രൂര പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ട് അവർ അതിനെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അവർ വളരുന്നത് മനുഷ്യരായിട്ടല്ല, മനുഷ്യത്വമുള്ളവരായിട്ടല്ല. നാളുകളിൽ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് വന്നാലും അവർ നഴ്സിംഗ് കഴിഞ്ഞിറങ്ങി അവരെ മുന്നിലേക്ക് വരുന്ന ഒരു രോഗിയോടും എങ്ങനെയാണ് ഇവർക്ക് അനുകമ്പ ഉണ്ടാകുന്നത്, സഹാനുഭൂതി ഉണ്ടാകുന്നത്? സഹപാഠിയോട് തോന്നാത്തത് ഒരു രോഗിയോട് തോന്നുന്നു. എന്തായാലും ഇത് ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷിതാക്കളെ അവരവരുടെ വീട്ടിലെ മക്കളെ അനലൈസ് ചെയ്യാനെങ്കിലും ഒന്ന് കണ്ണ് തുറപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ന്യൂജൻ സിനിമകളൊക്കെ കണ്ട്, കാര്യം തല്ലുമാല എന്നും ഏറ്റവും കൂടുതൽ ഉണ്ണി മുകുന്ദന്റെയൊക്കെ വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകൾ, ആ സിനിമകളിലൂടെ പുറത്തേക്ക് പോകുന്ന സന്ദേശം എന്താണ്? ആ സിനിമകളെല്ലാം കേവലം 2 മണിക്കൂർ വേണ്ടി കഥാപാത്രങ്ങളായിട്ട് നടന്മാർ അഭിനയിക്കുന്നതാണെന്നും അതിൽ കാണിക്കുന്നതെന്ന് ഒറിജിനാലിറ്റി അല്ല, അത് യഥാർത്ഥ ജീവിതം പോലും അല്ല എന്ന് ഈ കുട്ടികൾക്ക് അറിയില്ല. അതിൽ അവരങ്ങ് ഇൻസ്പയർഡ് ആകുകയാണ്. ഇൻസ്പയർഡായി ഇതുപോലെയൊക്കെ ചെയ്യുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഹീറോയിസം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒപ്പമുള്ള ഒരുത്തനെ ഇത്ര ക്രൂരമായി പീഡിപ്പിക്കാൻ തയ്യാറാകുമ്പോൾ നാളുകളിൽ ഇവൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും ഇവന്റെ ഭാവി എന്ന് ചോദിച്ചാൽ നിസ്സംശയമായിട്ട് നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും: അവൻ അസാൻമാർഗിക പ്രവർത്തനത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ഇങ്ങനെയുള്ള മനസ്സുകൾക്ക് അല്ലാതെ എന്ത് പറയാൻ? പക്ഷെ ഇതിനൊക്കെ ആത്യന്തികമായി രക്ഷിതാക്കൾക്ക് കൂടി ഉത്തരവാദിത്തമുണ്ട് എന്ന് ആവർത്തിച്ച് പറയും. അത് പറയാതിരിക്കാൻ കഴിയില്ല. കാര്യം ഒരു വ്യക്തിയുടെ ശീലങ്ങൾ, നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയും. ചെറുതിലെയുള്ള തെറ്റായ ശീലങ്ങൾ അത് നിങ്ങൾ തിരുത്തുന്നില്ല. തിരുത്താതെ വളരുമ്പോൾ മാറിക്കോളും എന്നുള്ള ഒരു പ്രിവിലേജ് കൊടുക്കും. വളരുമ്പോൾ എങ്ങനെയാണ് മാറുന്നത്? ചില കാര്യങ്ങളൊക്കെ, ഇപ്പോൾ വാശിയുടെ കാര്യം, വാശി ചെറുതിലെ മുതൽ നിങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ, അവന്റെ വാശിക്ക് നിങ്ങൾ വിധേയപ്പെട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ജീവിത അവസാനം വരെ രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് അവന്റെ വാശിക്ക് മുന്നിൽ നിങ്ങൾക്ക് കീഴടങ്ങേണ്ടി വരും. അത് ആരായിരുന്നു ചെറുക്കേണ്ടിയിരുന്നത്? പിന്നീടൊന്നും അത് മാറ്റത്തില്ല. അത് സ്വഭാവത്തിന്റെ ഭാഗമായി ക്യാരക്ടറായി മാറിക്കഴിഞ്ഞാൽ അത് അവന്റെ ഉള്ളിൽ എപ്പോഴൊക്കെ അവന് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുമോ ആ വാശി പുറത്തേക്ക് വരും. അത് അല്പനേരത്തേക്ക് അവൻ മറച്ചു വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോ അച്ഛന്റെ വാശിയാണ്, അമ്മയുടെ വാശിയാണ്, കുടുംബപരമാണ്, അല്ലെങ്കിൽ ജനിതകമാണെന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഇത്തരം സംഭവങ്ങൾ അവൻ ചെന്ന് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഈ വാചകങ്ങൾ പറയാൻ പറ്റും? നിങ്ങൾ തലയും കുനിച്ച് സ്വന്തം മക്കളെ ഓർത്ത് തല കുനിച്ച് നിൽക്കേണ്ട ഗതികേട് വരും. ആര്? ഇന്നലെ വരെ എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ കുറിച്ച് അവൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൃത്യമായി മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടൊക്കെ പൊതിഞ്ഞ് ലാളനകൾ കൊണ്ട് അവനെ വീർപ്പുമുട്ടിച്ച് അവൻ്റെതായ ഇഷ്ടങ്ങൾ മാത്രം
നടത്തിക്കൊടുത്ത് ഒരു യാന്ത്രികമായി നിങ്ങൾ രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് കൂടെ ജീവിച്ച് അവൻ ചെയ്യുന്ന എല്ലാത്തിനും മൗനമായോ അല്ലെങ്കിൽ ചിരിച്ചോ പിന്തുണ കൊടുത്ത് അവന് പ്രചോദനം കൊടുത്ത് ഇന്ന് ഈ നിലയിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് നിങ്ങളെന്ന രക്ഷിതാക്കൾക്ക് തല കുനിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് കോട്ടയത്തുണ്ടായ ആ റാഗിംഗ് ഈ നാട്ടിലെ ഒരു കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ല. ഇന്നത്തെ പരിഷ്കൃത കാലഘട്ടത്തിൽ ഈ മനോഭാവത്തിൽ വളരുന്ന കുരുന്നുകൾ എത്രമാത്രം നാളെ സമൂഹത്തിന് അപകടമുണ്ടാക്കുമെന്ന് ചിന്തിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി അവരെ വളർത്തുന്ന രക്ഷിതാക്കൾക്കുണ്ട്. രക്ഷിതാക്കൾ കഴിഞ്ഞിട്ടേ രണ്ടാമത് സമൂഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടാകുള്ളൂ. സമൂഹത്തിന് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ചിലപ്പോൾ അത് പരുക്കനായെന്ന് വരും. ഇനിയിപ്പോ ഈ റാഗിംഗ് ചെയ്തവർ സമൂഹത്തിന്റെ മുന്നിൽ നേരിടാൻ പോകുന്ന ക്രൂരമായ ഒരു വേട്ടയാടലുണ്ട്. ആ വേട്ടയാടൽ അവൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ആൾക്കാരിൽ ഉണ്ടാക്കിയിരിക്കുന്ന വികാരം അത്ര തീവ്രമായിരിക്കും. ആ രീതിയിൽ പണ്ടത്തെ പോലെ അവന് സ്വതന്ത്രമായി ഇറങ്ങി നടക്കാൻ പറ്റില്ല. സമൂഹത്തിന്റെ മുന്നിൽ സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റില്ല. കാര്യം അവനെ അരികുവൽക്കരിക്കപ്പെടും. അതിനൊക്കെ അർഹതപ്പെട്ട പ്രവർത്തനം തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇത് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം സംഭവവികാസങ്ങൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതുണ്ട്. മക്കളെ വളർത്തുന്നത് ഉത്തരവാദിത്തപൂർണമായിട്ടായിരിക്കണം. അവൻ ചെറുതിലേ മുതൽ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് വളരട്ടെ. നാളെ അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾ നിസ്സഹായരാകും. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പലയിടങ്ങളിലും പോയി നിങ്ങൾക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വരും. അന്നാണ് നിങ്ങൾക്ക് ഈ ചെറുപ്രായത്തിൽ എടുത്ത തീരുമാനങ്ങളെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അതിന് മാത്രമേ നിങ്ങൾക്ക് കഴിയൂ എന്നൊരവസ്ഥയിലെത്തുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കൾ മനസ്സിലാക്കുക, ഇത് നാളുകളിൽ നമ്മുടെ വീടുകളിലും സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാഗ്രത വേണം. നിങ്ങൾക്ക് ഉണർന്ന് പ്രവർത്തിക്കണം. മക്കളെന്നാൽ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നവരാകരുത്. നിങ്ങൾ അവർ പറയുന്ന വാക്കുകളെ അപ്പാടെ വിഴുങ്ങുന്നവരുമാകരുത്. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകണം. നിങ്ങളുടെ ശബ്ദങ്ങളിൽ ഒരു ലീഡർഷിപ്പ് ഉണ്ടാകണം. നിയന്ത്രിക്കണം. അത് നിയന്ത്രിച്ചില്ലെങ്കിൽ നാളുകളിൽ നിങ്ങൾക്കും ഉണ്ടാകാം ഇതുപോലുള്ള അനുഭവങ്ങളെന്ന് മാത്രമേ പറഞ്ഞു വയ്ക്കാനുള്ളൂ.